നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാന്റെ പരമോന്നത ആത്മീയ നേതാവായിരുന്ന അയത്തുള്ള ഖമൈനിയുടെ ശവസംസ്കാരം ഈ വരുന്ന ജൂലൈ മാസം 4 മുതൽ 9 വരെ നടക്കും. നീണ്ട ചടങ്ങുകളാണ് ഇറാൻ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ രാഷ്ട്രത്തലവന്മാർക്കും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായി ക്ഷണം ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഖമൈനിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് 20 ലക്ഷത്തോളം ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ സംസ്കാര ചടങ്ങായിരിക്കും നടക്കാൻ പോവുക എന്നാണ് ഇറാൻ അധികൃതർ പ്രതീക്ഷിക്കുന്നത്. ഈ ചടങ്ങിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങിനെത്തില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള വിദേശയാത്രകൾ ഉള്ളതിനാലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാനിലേക്ക് പോകാത്തത്. മാത്രമല്ല, യുദ്ധ സാഹചര്യങ്ങളും പ്രധാനമന്ത്രിയെ പോകുന്നതിൽ നിന്നും വിലക്കുന്നുണ്ട്. പകരം ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രതിനിധികൾ പങ്കെടുക്കും. ബീഹാർ ഗവർണർ സയ്യിദ് അറ്റ ഹസ്നൈനും അതുപോലെ തന്നെ വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരറ്റുമാണ് ഈ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുക. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത് ബീഹാർ ഗവർണറാണ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയുമുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു പ്രതിനിധികളായിരിക്കും സാധാരണ ഇത്തരം ചടങ്ങുകളിൽ പങ്കെടുക്കുക. എന്നാൽ ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണർ എന്തുകൊണ്ടാണ് ഇറാൻ്റെ ഈ പരമോന്നത നേതാവിൻ്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നത്? തീർച്ചയായും അതിന് മറ്റു ചില കാരണങ്ങളുണ്ട്. എന്തായാലും ഇറാൻ്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെടുന്നത് ഫെബ്രുവരി 28-നാണ്. ഫെബ്രുവരി 28-നാണ് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാന് നേരെ സൈനിക നടപടി ആരംഭിച്ചത്. ആദ്യ ദിവസത്തെ യുദ്ധത്തിൽ തന്നെ ഖമനയെ വധിക്കാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും സാധിച്ചു. അതോടുകൂടി എത്രയും വേഗം ഇറാനെ അമേരിക്ക ചുരുട്ടിക്കെട്ടുമെന്നും ഇല്ലെങ്കിൽ ഇറാന്റെ ഭരണകൂടത്തെ മാറ്റി മറ്റൊരു പാവ സർക്കാരിനെ അമേരിക്ക അവരോധിക്കുമെന്നുമാണ് ലോകം കരുതിയത്. പക്ഷേ ഖമനയി കൊല്ലപ്പെട്ടിട്ടും ഇറാൻ കീഴടങ്ങിയില്ല. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് ഈ ഒരു ഇറാനെ പ്രതിരോധിക്കുന്നതിൽ അല്ലെങ്കിൽ ഇറാന് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിൽ വലിയ ഉത്സാഹം കാട്ടിയെന്ന് മാത്രമല്ല, അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും തന്ത്രങ്ങൾ പാളുകയാണ് ചെയ്തത്. മാത്രമല്ല, ഇപ്പോഴും ഇറാൻ കീഴടങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇറാനെ ചർച്ചാ മേശയ്ക്കരികിൽ കൊണ്ടിരുത്താൻ അമേരിക്ക വലിയ പാടുപെടുകയും ചെയ്തു. അങ്ങനെ ഇറാനും അമേരിക്കയുമായിട്ടുള്ള സംഘർഷം അത് ഓരോ ദിവസവും കാര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യുദ്ധ സാഹചര്യങ്ങളായതിനാലാണ്. അതായത് ഫെബ്രുവരി 28-ന് അയത്തുള്ള ഖമൈനി സ്വന്തം ഓഫീസിൽ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനിടെയാണ് ബോംബാക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും നടന്നത്. ഈ ആക്രമണത്തിൽ ഖമനയുടെ കുടുംബാംഗങ്ങൾക്കും പരിക്കേറ്റിരുന്നു. ഖമനയി തൽക്ഷണം മരിക്കുകയായിരുന്നു. ഖമനയുടെ മകനും പുതിയ ആത്മീയ നേതാവുമായ മുജ്തബ ഖമൈനിക്കും ആ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. എന്തായാലും ആദ്യ ദിവസം തന്നെ ഇറാന് അവരുടെ പരമോന്നത നേതാവിനെ നഷ്ടപ്പെട്ടു. പക്ഷേ IRGC വിട്ടുകൊടുത്തില്ല. അമേരിക്കൻ ആക്രമണങ്ങളെ പ്രതിരോധിച്ചുകൊണ്ടേയിരുന്നു. അമേരിക്ക ഇറാനിൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് പകരമായി ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചുകൊണ്ടേയിരുന്നു. ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സേനാതാവളങ്ങൾക്ക് നേരെയാണ് പ്രധാനമായും ഇറാൻ ആക്രമണം നടത്തിയത്. മാത്രമല്ല, ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടുകൊണ്ട് വലിയ ഇന്ധന പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്തു. ഈ സാഹചര്യങ്ങളാണ് അമേരിക്കയെ ചർച്ചയ്ക്ക് പ്രേരിപ്പിച്ചത് എന്ന് വ്യക്തമാണ്. യുദ്ധ സാഹചര്യങ്ങളായതുകൊണ്ടാണ് സംസ്കാരം അന്ന് ഇറാൻ നടത്താതിരുന്നത്. ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. 2 രാജ്യങ്ങളും തമ്മിൽ സമാധാന ഉടമ്പടിയിൽ ഒപ്പുവച്ചിരിക്കുന്നു. അടുത്ത 60 ദിവസത്തേക്ക് മേഖലയിൽ സമാധാനം ഉണ്ടാകുമെന്ന് ഉറപ്പായിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ശവസംസ്കാരം നടത്താൻ ഇറാൻ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. 36 വർഷം ഇറാനെ മുന്നോട്ട് നയിച്ച ആത്മീയ നേതാവാണ് അല്ലെങ്കിൽ ഭരണാധികാരിയാണ് അയത്തുള്ള ഖമൈനി. ആ അയത്തുള്ള ഖമൈനിക്ക് ഏതാണ്ട് 20 ലക്ഷം ആളുകൾ പങ്കെടുക്കുന്ന ഒരു യാത്രയയപ്പ് നടത്താനാണ് ഇറാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജൂലൈ 4-ന് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. 6-ാം തീയതി തലസ്ഥാന നഗരിയിൽ വലിയ വിലാപയാത്ര നടക്കും. 7-ാം തീയതി ക്വാമിൽ ചില ചടങ്ങുകളുണ്ട്. 9-ാം തീയതി അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായ മഷ്ഹദിലെ ഇമാം റസയിലാണ്
അദ്ദേഹത്തിൻ്റെ ഈ ശവസംസ്കാര ചടങ്ങുകൾ അവസാനിക്കുക. ഇങ്ങനെ 3-4 ദിവസം നീളുന്ന സംസ്കാര ചടങ്ങുകൾ, ലോകമെമ്പാടുമുള്ള രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ, 20 ലക്ഷത്തോളം ആളുകൾ, വലിയ വിലാപയാത്ര, ഇതൊക്കെയാണ് ഇറാനിൽ നടക്കാൻ പോകുന്നത് ആയത്തുള്ള ഖമേനിയുടെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള വിദേശയാത്രകൾ ഉള്ളതിനാലാണ് അദ്ദേഹം സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാത്തത്. പകരം പങ്കെടുക്കുന്ന ബീഹാർ ഗവർണറായിട്ടുള്ള സയ്യിദ് അറ്റ ഹസ്നൈൻ, അദ്ദേഹം ആരാണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു വിദേശകാര്യ വിദഗ്ധനോ അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥനോ ഒന്നുമല്ല, നയതന്ത്ര വിദഗ്ധനോ ഒന്നുമല്ല. അദ്ദേഹം ഇന്ത്യൻ സൈന്യത്തിൽ പങ്കെടുത്ത അല്ലെങ്കിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ച ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനാണ്, വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥനാണ് എന്നത് മാത്രമാണ് അദ്ദേഹം. അതുകൂടാതെ ബീഹാറിൻ്റെ ഗവർണറും കൂടിയാണ്. സൈനിക ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ വലിയ അനുഭവ പരിചയമുള്ള അല്ലെങ്കിൽ അനുഭവ സമ്പത്തുള്ള ഒരു ആളാണ് ഈ സയ്യിദ് ഹസ്നൈൻ. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ ദീർഘകാലം നീണ്ടുനിന്ന സൈനിക കരിയറിൽ 7 പ്രാവശ്യമാണ് കശ്മീരിൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം സിയാച്ചിൻ ഗ്ലേസിയർ, ശ്രീലങ്ക, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, കിഴക്കൻ ലഡാക്ക് എന്നിവിടങ്ങളിലൊക്കെ നടന്ന സൈനിക നീക്കങ്ങളിൽ ഇദ്ദേഹം നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട്. മാത്രമല്ല 2013 ജൂലൈയിൽ സൈന്യത്തിൽ നിന്ന് വിരമിച്ച അദ്ദേഹം ഇപ്പോൾ ബീഹാർ ഗവർണറായി സേവനമനുഷ്ഠിക്കുകയാണ്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ വളരെ മുതിർന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്ന, ഇന്ത്യൻ സൈന്യത്തിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ചിട്ടുള്ള, അന്താരാഷ്ട്ര വേദികളിൽ, അതായത് സൈന്യത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അദ്ദേഹം UN പീസ് കീപ്പിംഗ് ഫോഴ്സുമായും അതുപോലെ തന്നെ പല അന്താരാഷ്ട്ര ദൗത്യങ്ങളും അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. ഭൗമരാഷ്ട്രീയത്തെക്കുറിച്ചുള്ള അഗാധമായ അറിവുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് വ്യക്തമായ ബോധ്യമുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ഇറാഖിലേക്ക് നിയോഗിക്കാൻ ഇന്ത്യൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ബീഹാർ ഗവർണർ സയ്യിദ് ഹസ്നൈനും അതോടൊപ്പം തന്നെ വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരറ്റുമായിരിക്കും ഇറാനിൽ ഈ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുക, ആയത്തുള്ള ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുക. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സംസ്കാര ചടങ്ങ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയുടെ പ്രതിനിധികൾ അവിടെ പങ്കെടുക്കേണ്ടത് അത്യാവശ്യവുമാണ്. കാരണം ഇറാന് മേലുള്ള ഉപരോധങ്ങൾ ഇപ്പോൾ അമേരിക്ക നീക്കിയിരിക്കുന്നു. താൽക്കാലികമായി 60 ദിവസത്തേക്കാണ് ഉപരോധങ്ങൾ നീക്കിയത് എങ്കിൽ കൂടി ഈ ഉപരോധങ്ങൾ നീക്കിയ ആ ഉത്തരവ് നീട്ടാനുള്ള, ഈ ഇളവുകൾ നീട്ടിക്കൊടുക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഇറാന് ഇപ്പോൾ എവിടെ വേണമെങ്കിലും, ലോകത്തിൻ്റെ ഏത് രാജ്യത്ത് വേണമെങ്കിലും എണ്ണ വിൽക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇറാനിൽ നിന്നും എണ്ണ വാങ്ങാനുള്ള സ്വാതന്ത്ര്യം എല്ലാ രാജ്യങ്ങൾക്കുമുണ്ട്. അമേരിക്കൻ ഉപരോധം അടുത്ത 60 ദിവസത്തേക്ക് എന്തായാലും ബാധകമല്ല. അതുകൊണ്ട് തന്നെ ഇറാൻ ഇപ്പോൾ ഇന്ത്യക്ക് ഒരു സ്പെഷ്യൽ റേറ്റ് ഓഫർ ചെയ്തിട്ടുണ്ട്. പരമാവധി എണ്ണ അന്താരാഷ്ട്ര വിപണിയിൽ വിറ്റഴിച്ച് സാമ്പത്തിക ലാഭം നേടുക എന്നുള്ളതാണ് ഈ 60 ദിവസം കൊണ്ട് ഇറാൻ ഉദ്ദേശിക്കുക. കാരണം അമേരിക്ക ഇറാൻ എന്ന രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളെ ഒന്നാകെ തച്ച് തകർത്തിരിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു സാമ്പത്തിക നില, അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ സമ്പദ് വ്യവസ്ഥ വലിയ ഒരു തകർച്ചയിലാണ്. ഈ സമ്പദ് വ്യവസ്ഥയുടെ രക്ഷാപ്രവർത്തനത്തിനായി ഇറാന് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വിൽപ്പന നടത്തിയേ സാധിക്കൂ. അതുകൊണ്ട് ഈ 60 ദിവസം ഉപരോധങ്ങളിൽ ഇളവുള്ളത് കാരണം അന്താരാഷ്ട്ര വിപണിയിൽ കൂടുതൽ എണ്ണ വിൽക്കാൻ ഇറാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇറാൻ ബന്ധപ്പെടേണ്ട ആദ്യ രാജ്യം തന്നെയാണ് ഇന്ത്യ. കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഓയിൽ ഇമ്പോർട്ടറാണ് ഇന്ത്യ. അതുകൊണ്ട് ഇന്ത്യയെ ഇറാൻ്റെ പെട്രോളിയം മന്ത്രി സന്ദർശിക്കുകയും ഇന്ത്യക്ക് ഒരു സ്പെഷ്യൽ റേറ്റ് ഓഫർ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അന്താരാഷ്ട്ര എണ്ണ വിലയിൽ നിന്നും വളരെ കുറഞ്ഞ വിലയിലാണ് ഇറാൻ ഇന്ത്യക്ക് എണ്ണ നൽകാൻ പോകുന്നത്. ഇങ്ങനെയുള്ള തന്ത്രപ്രധാനമായ കാര്യങ്ങൾ ഇറാനുമായും ഇന്ത്യയുമായും ഇനി നടക്കാനിരിക്കുന്നു. കൂടാതെ വാതക പൈപ്പ് ലൈൻ അടക്കം ഇന്ത്യ പദ്ധതിയിടുന്നുണ്ട്. ഈ കാര്യങ്ങൾക്കായി ഇറാനും അതുപോലെ തന്നെ ഇന്ത്യയും തമ്മിലുള്ള നല്ല നയതന്ത്ര ബന്ധം നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിലൂടെ ഇന്ത്യൻ കപ്പലുകളെ ഇറാൻ കടത്തിവിടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടത് ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഗവർണറായിട്ടുള്ള, ഇന്ത്യയിൽ ഒരു ബീഹാർ സംസ്ഥാനത്തിൻ്റെ ഗവർണറായിട്ടുള്ള സയ്യിദ് ഹസ്നാൻ്റെ നേതൃത്വത്തിൽ സംഘം ശവസംസ്കാര ചടങ്ങുകളിൽ, അതായത് ആയത്തുള്ള ഖമേനിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ഇറാനിലേക്ക് പോകാനിരിക്കുന്നത്.